ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്ഥാനത്ത് പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ തന്നെ എടുത്ത സുപ്രധാനം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. അതവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പറയുന്നത്, ഇന്ദിര പ്രോഗ്രാം അതുപോലുള്ളൊരു പ്രോഗ്രാമിൻ്റെ ഒരു 5 കാര്യങ്ങൾ അവർ നടപ്പിലാക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എലക്ഷൻ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി അവർ ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കുകയും അതുപോലെ തന്നെ ഒപ്പം തന്നെ മറ്റ് ചില തീരുമാനങ്ങളൊക്കെ അവർ എടുക്കുകയും ചെയ്യും. ആശാ വർക്കേഴ്സിൻ്റെ വേതനങ്ങൾ കൂട്ടുവാനും ഒക്കെ തന്നെയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ KSRTCയെക്കുറിച്ച് നമുക്കറിയാം, നമ്മൾ ചിരകാലമായിട്ട് കേരളത്തിൽ ഇതിനെക്കുറിച്ച് വളരെ സജീവമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. KSRTC എത്രത്തോളം നഷ്ടത്തിലാണെന്നും അത് തികച്ചും ഒരു വെള്ളാന തന്നെയാണെന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ വളരെ എന്താണ് പറയുന്നത്, കൂലങ്കഷമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സംവിധാനം, കാരണം നമുക്കറിയാം അതൊരു വളരെയധികം ആരോഗ്യമില്ലാത്തൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഗവൺമെൻറ് വളരെ തുടർച്ചയായിട്ട് അതിലേക്ക് ധനസഹായം നൽകുന്നതുകൊണ്ട് മാത്രം തീർച്ചയായിട്ടും അത് നിലനിന്ന് പോകുന്നു എന്നുള്ളൊരു അവസ്ഥയിലാണ് നമുക്കതിനെ കാണുവാൻ സാധിക്കുന്നത്. ഇത് എന്തുകൊണ്ട് നഷ്ടമാകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണം നമുക്ക് പറയാനുള്ളൂ. സോഷ്യലിസം കൊടികുത്തി വാഴുന്നിടത്ത് തീർച്ചയായിട്ടും ഇതെല്ലാം ഇതിലും വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥകൾ നമുക്ക് കാണേണ്ടി വരും നമുക്കത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ നമുക്ക് തീർച്ചയായിട്ടും ഈ സോഷ്യലിസം, ഇപ്പോൾ ഇവിടെ പാർട്ടി ഏത് തന്നെ ആയാലും ശരി, നമുക്ക് ഈ സോഷ്യലിസം എന്നുള്ള ഒരു സംവിധാനം, സോഷ്യലിസം പ്രത്യേകിച്ച് നമ്മൾ സോഷ്യലിസ്റ്റ് ആകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റ് ആകേണ്ട ആവശ്യമൊന്നുമില്ല. ചില രീതിയിലുള്ള നമ്മളുടെ പ്രവർത്തന ശൈലികൾ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി സോഷ്യലിസ്റ്റ് ആയിക്കോളും. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രത്യേകിച്ച് നമുക്കറിയാം, സോഷ്യലിസം ക്രിയേറ്റീവ് അല്ല, നമുക്കറിയാം ക്രിയാത്മകമല്ല. കാരണം അത് വളരെ ഫലപ്രദമായിട്ടുള്ള റിസൾട്ടുകളൊന്നും തന്നെ നമ്മളെ ഇക്കണോമിക് ബേസിൽ പറയുമ്പോൾ, ഫിനാൻഷ്യൽ ബേസിൽ പറയുമ്പോൾ, കാരണം അതാണല്ലോ അൾട്ടിമേറ്റ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം എല്ലാം ചെന്നെത്തുന്നത് ധനത്തിലും അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ക്രയവിക്രയങ്ങളിലും അതുമൂലം ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങളിലും ഒക്കെ തന്നെ. ഇപ്പോൾ ഗവൺമെൻറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് വരുമാനം ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ സ്റ്റേറ്റ് ആയതുകൊണ്ട്, ഭരണകൂടമായതുകൊണ്ട്, അല്ലെങ്കിൽ സർക്കാർ എന്ന് പറയുന്ന സംവിധാനമായതുകൊണ്ട് നമ്മൾ സാധാരണ ബിസിനസ് അടച്ചു പൂട്ടുന്നത് പോലെ അടച്ചു പൂട്ടുന്നില്ല. അല്ലെങ്കിൽ അടച്ചുപൂട്ടലിൻ്റെ ഒരു ഭീഷണി സ്റ്റേറ്റ്, പ്രത്യേകിച്ച് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാനം എന്നുള്ളതല്ല, നമ്മൾ ഭരണകൂടം അല്ലെങ്കിൽ ഭരണ സംവിധാനം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. കാരണം ഇപ്പം കേരളം പോലെ കടമെടുക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഒരു വ്യക്തി കടമെടുക്കുന്നുണ്ട്. കാരണം ആ വ്യക്തിയുടെ വരുമാനം തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ചിലവുകളെ മീറ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണല്ലോ വ്യക്തി കടമെടുക്കുന്നത്. അപ്പോൾ അതുപോലെ സ്ഥാപനങ്ങളും കടമെടുക്കുന്നുണ്ടെന്നാണ്. അത് തീർച്ചയായിട്ടും അവർക്ക് മറ്റു രീതിയിലുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സ് സ്വന്തമെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഫൈനാൻഷ്യൽ റിസോഴ്സ് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇല്ലാതെ നമ്മൾ കടമെടുക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് കടമെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓൺ റിസോഴ്സ് നമുക്ക് ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കടമെടുക്കേണ്ടി വരും. അപ്പോൾ കടമെടുക്കുന്നതിനകത്തിൽ തെറ്റുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ കടമെടുക്കുന്ന രാജ്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ക്രിയാത്മകമായിട്ട് അതിനെ, നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നമ്മളതിനെ, ആ ഒരു റിസോഴ്സിനെ, ആ മണി റിസോഴ്സിനെ അല്ലെങ്കിൽ സാമ്പത്തിക എന്താണ് പറയുന്നത്, ആ ഒരു വിഭവത്തെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കടമെടുക്കുന്നുണ്ട്, തെറ്റില്ല. എന്നുവെച്ചാൽ കടമെടുക്കുന്ന പൈസയുടെ നമ്മൾക്ക് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കടമെടുപ്പ് പ്രത്യേകിച്ച് നമ്മൾ സിമ്പിളായുള്ള എക്കണോമിക് ലോജിക്, ഫിനാൻഷ്യൽ ലോജിക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തി പുട്ടുമുട്ടയടിക്കാൻ വേണ്ടി കടമെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തി ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്താണ് പറയുന്നത്, സർവൈവൽ ത്രെട്ട് ഉണ്ടാകുക വ്യക്തിയെ സംബന്ധിച്ച്. അതുപോലെ തന്നെയാണ് ഏത് ബിസിനസ് സ്ഥാപനങ്ങൾ കടമെടുത്തു കഴിഞ്ഞാലും അവരുടെ എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി കടമെടുക്കുകയാണെങ്കിൽ അതിന് പകരം അവർ പ്രൊഡക്റ്റീവായിട്ടുള്ള അസറ്റിലോ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള പ്രൊഡക്ഷനിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ആ പൈസ വിനിയോഗിക്കാതെ അവർ എക്സ്പെൻഡിച്ചേഴ്സ് ചിലവഴിക്കാൻ വേണ്ടി മാത്രം കടമെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ സ്റ്റേറ്റിനെ സംബന്ധിച്ച്, നമ്മളുടെ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചും നമ്മൾ കടമെടുക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ തരത്തിലുള്ള ഈ ചെലവുകളെ
നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് കളവെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു യൂട്ടിലൈസേഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കത്തില്ല. അപ്പം സമസ്ത മേഖലകളിലും ഈ പറഞ്ഞ സോഷ്യലിസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മളുടെ എല്ലാ ഈ പിന്നെ ഫങ്ഷണൽ ഏരിയാസിലും നമുക്ക് ഈ പറഞ്ഞ അഴിമതിയും പിന്നെ പ്രാഗൽഭ്യമില്ലായ്മയും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ KSRTC പോലുള്ളൊരു പിന്നെ പബ്ലിക് സെക്ടർ യൂണിറ്റിൽ ഇത് ഇത്രയും കുത്തഴിഞ്ഞതായിട്ട് മാറിയതിൻ്റെ കാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ജനങ്ങളല്ല, കാരണം നമ്മളല്ല അത് ഭരിക്കുന്നതും, നമ്മളല്ല അതിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും, നമ്മളല്ല അതിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതും, നമ്മളല്ല അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്, എന്നുവെച്ചാൽ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളല്ല തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ കാരണമായിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ ആകണം തീർച്ചയായിട്ടും. യൂണിയനുണ്ട്, ബ്യൂറോക്രാറ്റിസമുണ്ട്, റെഡ് ടേപ്പിസമുണ്ട്, പിന്നെ കറപ്ഷനുണ്ട്, പൊളിറ്റിക്കൽ പിന്നെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ യൂണിയൻ്റെ വളരെ എന്താണ് പറയുക ഡീപ്പായിട്ടുള്ള ഇൻഫ്ലുവൻസും ഇൻവോൾവ്മെൻറ്റും അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് പറയുന്നത് ഈ ഹാപ്പി ഹണ്ടിങ് ഗ്രൗണ്ടാണല്ലോ ഈ പറഞ്ഞ ഇതുപോലുള്ള മേഖലകളൊക്കെ തന്നെ. അപ്പോൾ ഇതിനെ ഇത്രയും കുത്തഴിഞ്ഞതാക്കിയതും അല്ലെങ്കിൽ കുത്തുവാളെടുപ്പിച്ചതൊക്കെ തന്നെ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഗവൺമെൻറ് ജനങ്ങളുടെ നിന്ന് ഈ അമിതമായിട്ടുള്ള ടാക്സും ഫീസും ഒക്കെ ഈടാക്കിയിട്ട് അതിൻ്റെ ഒരു പോർഷൻ ഇതിലേക്ക് ഈ കാരണങ്ങൾ കൊണ്ട് എന്നുവെച്ചാൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ യൂണിയൻ്റെ ബ്യൂറോക്രാറ്റിസം അല്ലെങ്കിൽ ഒഫീഷ്യൽസിൻ്റെ ഇനഫിഷ്യൻസി അല്ലെങ്കിൽ അവരുടെ കെടുകാര്യസ്ഥത, മറ്റുള്ള കറപ്ഷൻസ്, മിനിസ്ട്രി ലെവൽ മുതലുള്ള കറപ്ഷൻസ്, ബ്യൂറോക്രാറ്റ്സിൻ്റെ പിന്നെ യൂണിയൻ നേതാക്കളുടെ പിന്നെ അതിൽ വർക്ക് ചെയ്യുന്ന പിന്നെ എല്ലാവരുടെ ഒരു പക്ഷേ ഒരു നിശ്ചിത ശതമാനം ആൾക്കാരെങ്കിലും ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും, ശരിയായ രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിരിക്കത്തില്ല എന്നൊക്കെയുള്ള കാരണം കൊണ്ടാണ് ഒരു സ്ഥാപനം കുത്തുവാള എടുക്കുന്നത്. പ്രത്യേകിച്ച് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പൊതുമേഖല എന്ന് പറയുന്നൊരു സ്ഥാപനം കുത്തുവാള എടുക്കുന്നത് ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ കാരണങ്ങളെയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ വീണ്ടും ഇതിനകത്തിൽ ഈ KSRTC ഇപ്പോൾ അവരുടെ പുതിയ നയമനുസരിച്ചിട്ട് അവർ ഫ്രീ ട്രാവൽ സ്ത്രീകൾക്ക് വേണ്ടി പിന്നെ എന്താണ് പറയുന്നത് ഈ സൗജന്യ യാത്ര കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തിൽ ഈ പറഞ്ഞ സംഘടന അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു സംവിധാനം ഓർഗനൈസേഷൻ ഈ ഒരു പൊതുമേഖലാ സ്ഥാപനം നമ്മൾ ഒന്നിൻ്റെ കൂടെ ഒരു തള്ള എന്നൊരു രീതിയിൽ തീർച്ചയായിട്ടും നേരിടാൻ പോകുന്ന ഫൈനാൻഷ്യൽ ബർഡൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഒരു കോമൺ സെൻസാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വലിയ റോക്കറ്റ് ടെക്നോളജിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം ഓൾറെഡി നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമല്ല, നമ്മൾ ആ നാഷണൽ റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരു ബസ്സിന് 5.5 സ്റ്റാഫ് ആണ് കണക്കെങ്കിൽ കേരളത്തിൽ നമ്മുടെ KSRTCക്ക് അതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 8.7 സ്റ്റാഫാണ്. അപ്പോൾ അവിടെ തന്നെ വലിയ അന്തരം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ പറഞ്ഞ ഈ ഒരു ബസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ബസ്സിനെ റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് 8.7 സ്റ്റാഫ് വേണ്ടി വരുമ്പോൾ നാഷണൽ ആവറേജ് അല്ലെങ്കിൽ ദേശീയ ശരാശരി എന്ന് പറയുമ്പോൾ 5.5 ബസ്സാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം അതിന് സാധിക്കുവാൻ കഴിയാഞ്ഞിട്ടില്ല, അതിന് സമ്മതിക്കാഞ്ഞിട്ടാണ്. ആരാണ് സമ്മതിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തിലെ ഉഗ്രപ്രതാപികൾ ആരാണോ അവരാണിതിന് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു നമ്മുടെ ഈ എഫിഷ്യൻസി ഈ പറഞ്ഞ ഒരു റേറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധ്യമാകുവാൻ വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ സോഷ്യലിസം തീർച്ചയായിട്ടും കൊടികുത്തി വാഴുന്നതുകൊണ്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യലിസം നമുക്ക് പ്രത്യേകിച്ച് അത് പ്രീച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് വിളിച്ചറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ആണെന്നോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സംസ്ഥാനമാണെന്നോ അല്ല സോഷ്യലിസ്റ്റ് പാർട്ടിയാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് വിളിച്ചറിയിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ ഈ അവരുടെ എന്താണ് പറയുന്നത് ഈ സോഷ്യലിസത്തിൻ്റെ തിയറിയോ അല്ലെങ്കിൽ ഫിലോസഫിയോ ഒന്നും പറയേണ്ടൊന്നും ആവശ്യമില്ല. അതായത് എവിടെ നമുക്ക് കെടുകാര്യസ്ഥത, ഇനഫിഷ്യൻസി, ഈ പറഞ്ഞ റെഡ് ടേപ്പിസം, അതുപോലെ തന്നെ കറപ്ഷൻ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഒരു സ്ഥാപനം എന്ന രീതിയിൽ അതിനെ പ്രോഫിറ്റബിളായിട്ട് നമുക്ക് റൺ ചെയ്യാൻ സാധിക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ വ്യക്തിജീവിതത്തിലായാലും നമ്മൾ ഈ മെല്ലെപ്പോക്ക് നയം അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് സമയോചിതമായി ചെയ്യാതിരിക്കുക, നമ്മളതിന് പോസ്റ്റ്പോൺമെൻ്റ് എന്നൊക്കെ പറയും, പ്രോക്രാസ്റ്റിനേഷൻ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വിഭവങ്ങളെ ഓപ്റ്റിമലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരിക, അതൊക്കെയാണല്ലോ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തെ കുത്തുവാളെടുപ്പിക്കുന്ന ചില ഈ പ്രോസസ്സുകൾ അല്ലെങ്കിൽ പ്രക്രിയകൾ. അപ്പോൾ അതിനകത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സോഷ്യലിസം പ്രത്യേകിച്ച് വിളംബരം ചെയ്യേണ്ട ആവശ്യമില്ല, അവർ സോഷ്യലിസ്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ടാണ് ഒരു സ്ഥാപനം തീർച്ചയായിട്ടും കുത്തുവാളെടുക്കുന്നത്. അപ്പോൾ ഈ അവരുടെ ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു തീരുമാനമെടുത്തതിൻ്റെ ഫലമായിട്ട് അത് ജൂൺ 15-ാം തീയതി തന്നെ കൃത്യമായിട്ട് ഇത് നടപ്പിലാക്കുമെന്ന് ഇന്ന് നമ്മളുടെ ഗതാഗത മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു പ്രിവിലേജ് മീൻസ് ഈ ഒരു എന്താണ് പറയുന്നത് ഈ ഒരു സൗജന്യ യാത്രയുടെ
ഒരു ഗുണഭോക്താവാകാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഇത് എത്രത്തോളം സംസ്ഥാന സർക്കാരിന്, അപ്പോൾ അദ്ദേഹം പറയുന്നത് നല്ല, ഇത് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഗവൺമെൻറ് അതിനെ റൺ ചെയ്തോളും, പിന്നെ KSRTCയിലെ സ്റ്റാഫിനും അല്ലെങ്കിൽ ശമ്പളം മേടിക്കുന്നവർക്കും പെൻഷൻ മേടിക്കുന്നവർക്കൊന്നും യാതൊരു കുഴപ്പവും വരത്തില്ല. ഒരു ഒഴുക്കൻ മട്ടിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞിട്ട് പോയത്. ഇത് നമ്മളെ മീഡിയയ്ക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ പറയുന്ന കേട്ടാണ്. പിന്നെ പ്രൈവറ്റ് ബസ് ഓണേഴ്സിൻ്റെ കൺസേണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്കും പ്രശ്നങ്ങളൊന്നും വരത്തില്ല, കാരണം അവർ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലുള്ളതാണല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കുറഞ്ഞു വരികയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ KSRTC സംബന്ധിച്ച് അവരുടെ ഫ്ലീറ്റ് മീൻസ് അവരുടെ നമ്പർ ഓഫ് ബസ്സിൻ്റെ എണ്ണവും കുറഞ്ഞു വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഫലത്തിലെ ഏകദേശം 4000 ബസ്സുകളും KSRTC ഉപയോഗിക്കുന്നുള്ളതെന്ന് പറയുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ ഏകദേശം 7000-ഓളം ബസ്സുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 1270 ബസ്സുകളുള്ള 15 വർഷത്തിൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ 15 വർഷത്തിന് മുകളിൽ പ്രായം ഉള്ള ബസ്സുകളാണ്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും റീപ്ലേസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ബസ്സുകൾ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അവർക്കുണ്ടാക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ബർഡൻ, കാരണം ഇത്രയും നഷ്ടത്തിലോടുന്നൊരു കമ്പനിക്ക് ഇത്രയും എണ്ണം ബസ്സുകളോട് തീർച്ചയായിട്ടും, കാരണം ഈ പഴയ ബസ്സുകൾ ഓടിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള റിസ്ക് നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ റീപ്ലേസ് ചെയ്യാൻ സമയമായി എന്നാണ് ഈ 15 വർഷത്തിൽ കൂടുതലുള്ള കാലയളവ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഈ മിനിസ്റ്റർ ലെവൽ മുതൽ, മിനിസ്റ്റർ പറഞ്ഞാൽ ഏതെങ്കിലും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആൾ തന്നെ ആയിരിക്കുമല്ലോ, കാരണം അവരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട യൂണിയൻസിനകത്തിൽ വളരെ ആക്റ്റീവായിട്ടും ഡീപ്പായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. പിന്നെ ബ്യൂറോക്രാറ്റ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ബ്യൂറോക്രാറ്റിസം എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രമല്ല, ഈ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കാരണം കൊണ്ട് മാത്രമല്ല തീർച്ചയായിട്ടും ഈ പറഞ്ഞ KSRTC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത്രയും എന്താണ് പറയുക നഷ്ടത്തിൽ, ഈ നഷ്ടം ഒരു വർഷത്തെ നഷ്ടം മാത്രമല്ല, ഇത് അക്യുമുലേറ്റീവായിട്ടുള്ള പല വർഷങ്ങളായിട്ട്, എന്നുവെച്ചാൽ ഒരു ലോസ് മേക്കിംഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് കോർപ്പറേഷനായിട്ട് അത് മാറിക്കഴിഞ്ഞു. കാരണം ഇതിനെ ഗവൺമെൻറ് പിന്നെ ഓരോ വർഷവും ഇത്ര കോടി രൂപ സബ്സിഡി കൊടുത്തതിനെ പിന്നെ നിലനിർത്തിക്കൊണ്ട് പോരുകയാണ്. അപ്പോൾ ഗവൺമെൻറ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ടാക്സ് പേയേഴ്സിൻ്റെ മണിയിൽ നിന്നായിരിക്കണം ഈ ലോസ് മേക്കിംഗ് കോർപ്പറേഷനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ലോസ് മേക്കിംഗ് സ്ഥാപനത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി, നിലനിർത്താൻ വേണ്ടി ടാക്സ് പേയേഴ്സിൻ്റെ പണം കൊടുത്തിട്ടാണ് തീർച്ചയായിട്ടും ഇതിനെ ഇത്രയും നഷ്ടം ഉണ്ടാക്കുന്നതിൻ്റെ കാരണങ്ങൾ കൃത്യമായിട്ട് അറിയാം എന്നിരിക്കെ തന്നെ ആ നഷ്ടം ഉണ്ടാക്കുന്ന എലമെൻസിനെയും ഏജൻസിനെയും ഒക്കെ തന്നെ, ഘടകങ്ങളെയൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് ടാക്സ് പേയേഴ്സിൻ്റെ പണത്തിൽ നിന്നും വീണ്ടും നമ്മുടെ ടാക്സ് പേയേഴ്സിനെ ഊറ്റി ഈ പറഞ്ഞ നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ സോഷ്യലിസത്തിൻ്റെ ഒരു മാതൃക തന്നെയാണ്, സോഷ്യലിസത്തിൻ്റെ ഒരു മോഡൽ തന്നെയാണ്, സോഷ്യലിസത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് നമുക്ക് പറയാം. അപ്പം ഏകദേശം 22,000 പെർമനൻറ്റ് വർക്കേഴ്സ്, അതുപോലെ തന്നെ 43,000-ഓളം പെൻഷനേഴ്സും KSRTCക്കുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുക, ശമ്പളം കൊടുക്കുക എന്നുള്ളത് ഭാരിച്ച ജോലിയാണ്. അപ്പോൾ 2026 ബജറ്റിൽ അന്ന് നിലനിന്ന ഈ LDF സർക്കാർ അവർ റിവീൽ ചെയ്തത് പറഞ്ഞത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഏകദേശം 14,000 കോടി രൂപയോളം KSRTCക്ക് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1,400 കോടി രൂപ ഒരു വർഷം കഴിഞ്ഞ 10 വർഷമായിട്ട് ഗവൺമെൻറ് KSRTC കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്തിൽ പ്രധാനമായിട്ടും ഇത് സാലറി, പെൻഷൻ, അതുപോലെ തന്നെ മറ്റ് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ ഇതൊക്കെ നടത്താൻ വേണ്ടിയാണ്. കാരണം ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വളരെ കുറവായതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഈ പറഞ്ഞ ഒരു സബ്സിഡി KSRTC എന്ന കോർപ്പറേഷന് കൊടുക്കാതെ രക്ഷയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ സൗജന്യം കൊടുക്കുക എന്നുള്ളത് പൊളിറ്റിക്കൽ നമുക്ക് ഇന്ത്യയിൽ അത് പലയിടത്തും നമുക്ക് പതിവുള്ളൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും, കർണാടകയിലും ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള യാത്ര സ്ത്രീകളെ കൊണ്ടെന്ന് തോന്നുന്നു. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നമുക്കിതിനെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത് പൊളിറ്റീഷ്യനെ സംബന്ധിച്ച് അവർക്ക് വലിയ വിഷയമല്ല, കാരണം അവർക്ക് ഭരണത്തിൽ വരാൻ വേണ്ടി ജനങ്ങളെ ഇതുപോലുള്ള സോപ്പുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ സൗജന്യ പിന്നെ, കാരണം നമ്മുടെ ശരിക്കുള്ള ഇക്കോണമി റൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുക. ഈ പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഓപ്പറേഷൻസിനെ കൂടുതൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഗവൺമെൻറ് റവന്യൂ ഉണ്ടാക്കുന്ന മാർഗങ്ങൾ, റവന്യൂ എന്ന് പറയുമ്പം തീർച്ചയായിട്ടും നികുതി ഗവൺമെൻറ്റിന് കൂടുതൽ ലഭിക്കുന്ന മാർഗങ്ങൾ അവലംബിക്കുക എന്നൊക്കെയുള്ളതാണ് നമുക്ക് ഒരു റാഷണൽ മൈൻഡ് സെറ്റുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ തീർച്ചയായിട്ടും ചെയ്യുവാൻ ശ്രമിക്കുന്നത്. അതിന് വിപരീതമായിട്ടുള്ള, ഇപ്പം നമുക്ക് റവന്യൂ കിട്ടുന്നില്ല, ഉള്ള റവന്യൂ
തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് കൂടുതൽ നഷ്ടങ്ങൾ നമ്മൾ സഹിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കി വെക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും അതിനെ എൻകറേജ് ചെയ്യുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേഷൻ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും നമ്മളിൽ സംശയം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള തീരുമാനങ്ങൾ ക്രിയാത്മകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും ക്രിയാത്മകമല്ല, വളരെ റാഷണലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാഷണലുമല്ല. ഇത് വളരെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു സോഷ്യലിസ്റ്റ് മാതൃക മാത്രമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നയങ്ങളെ നമുക്ക് പൊതുജനങ്ങളായിട്ടുള്ള നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ടും നമുക്ക് ഏത് രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന തീരുമാനമായാലും ശരി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഇതിനകത്തിൽ പ്രത്യേകിച്ച് നമുക്ക് അവരുടെ നയപരിപാടികളെ സ്വാധീനിക്കാൻ ഇലക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കാൻ സാധിക്കും എന്നതിൽ കവിഞ്ഞ് നമുക്ക് മറ്റൊന്നും ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്ന തീരുമാനങ്ങളെ നമുക്കൊന്നും മറികടക്കാനോ അല്ലെങ്കിൽ മാറ്റാനോ നമുക്ക് സാധിക്കത്തില്ല. അത് നമ്മുടെ സംസ്ഥാനത്തിനും നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളുടെ മേലും ഉണ്ടാക്കുന്ന ഫൈനാൻഷ്യൽ ബർഡൻസ്, കാരണം ഇതെല്ലാം നമ്മളിൽ നിന്ന് കൂടുതൽ ടാക്സ് പിരിച്ച് മാത്രമേ അവർക്ക് ഇതിനെല്ലാം കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനൊരു വിശ്വാസത്തിലും അങ്ങനൊരു ധൈര്യത്തിലാണല്ലോ അവർ ഇതുപോലുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇതുപോലുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഡെയിലി 1.8 മുതൽ 2.3 മില്യൺ പാസഞ്ചേഴ്സ്, ഏകദേശം 18 ലക്ഷം മുതൽ 23 ലക്ഷം വരെ പാസഞ്ചേഴ്സ് KSRTCയിൽ യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. അതിനകത്തിൽ പകുതിയോളം സ്ത്രീകളാണ്. അവരെടുത്തിട്ടുള്ള ഈ ടിക്കറ്റിൻ്റെ ജെൻഡർ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പകുതിയിൽ കൂടുതൽ അല്ലെങ്കിൽ 50% മുകളിലും സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റവന്യൂവിനകത്തിലും നല്ലൊരു ശതമാനം ഈ പറഞ്ഞ സ്ത്രീകളുടെ പങ്ക് തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ ഇത്രയും പകുതിയിൽ കൂടുതൽ അല്ലെങ്കിൽ പകുതിയിൽ 50% മുകളിലോ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ടോട്ടൽ റവന്യൂവിൻ്റെ പകുതി അല്ലെങ്കിൽ പകുതിയിൽ കൂടുതലായിരിക്കും. അപ്പോൾ അത്രയും റവന്യൂവിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഇതെങ്ങനെ മുന്നോട്ട് റൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ച് നിസ്സഹരായിട്ട് നമുക്ക് ഇതിനെ സ്വീകരിക്കാനല്ല നമുക്ക് മറ്റു മാർഗ്ഗമൊന്നും നടക്കുന്നത്. ഏകദേശം ഒരു ദിവസം 8 കോടി രൂപയ്ക്കടുത്ത് അവർക്ക് റവന്യൂ ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ 8 കോടി രൂപയിൽ ഏകദേശം പകുതിയോളം 50% ഏകദേശം 3.75 മുതൽ 4.25 കോടി വരെ ഈ പറഞ്ഞ സ്ത്രീ യാത്രക്കാരിൽ നിന്നാണ് KSRTC പിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ടോട്ടലി എല്ലാ സ്ത്രീകൾക്കും ഈ പറഞ്ഞ ഫ്രീ യാത്ര കൊടുക്കുമ്പോൾ ഇത്രയും ഒരു ദിവസം 8 കോടിയിൽ നിന്നും 4 കോടി മാറിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന 4 കോടി രൂപ മാത്രമേ അവർക്ക് റവന്യൂടെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇത് സഫർ ചെയ്യുന്ന ലോസുകൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ അതിൻ്റെ കൂടെ ഇതിലൂടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡബിൾ ഇമ്പാക്റ്റ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്തിൽ ഇന്ന് ഗതാഗത സെക്രട്ടറിക്ക് ഈ ഗതാഗത വകുപ്പ് അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഫ്രീ യാത്ര ഏർപ്പെടുത്തുകയാണെങ്കിൽ KSRTCക്ക് ഒരു ദിവസം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എത്രത്തോളമാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു റിപ്പോർട്ട് സമർപ്പിക്കും. പിന്നെ അതിൻ്റെയൊക്കെ ബേസിൽ ഇതുവരെ ക്രൈറ്റീരിയ നിശ്ചയിച്ചിട്ടില്ല. കാരണം എങ്ങനെ ആയിരിക്കണം ഇത്, ഏതൊക്കെ ബസ്സിലായിരിക്കണം ഫ്രീ യാത്ര കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ റൂട്ടിലായിരിക്കണം, അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ വരെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള രൂപരേഖയൊന്നും ഇതുവരെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഏകദേശം ജൂൺ 15 ഇവരിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ ഗവൺമെൻറ് സമയമുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാകും. പക്ഷേ പൂർണ്ണമായിട്ടും എല്ലാ സ്ത്രീകൾക്കും ഈ സൗജന്യ യാത്ര ലഭിക്കും, അല്ലെങ്കിൽ സൗജന്യ യാത്ര അതിനകത്തിൽ പ്രത്യേകിച്ചൊരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വേദനയൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് മിനിസ്റ്റർ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഏകദേശം ഓർഡിനറി ബസ്സിന് മാത്രമാണെങ്കിൽ ഒരു ദിവസം ഇത് 3 മാസത്തെ റിപ്പോർട്ടുണ്ടാകും. 3 മാസത്തെ നഷ്ടം ഓർഡിനറി ബസ്സിന് മാത്രമാണെങ്കിൽ 57 കോടി രൂപയോളം നഷ്ടം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നഷ്ടം ഉണ്ടാകുമ്പോൾ ഇത്രയും 57 കോടി രൂപ തീർച്ചയായിട്ടും അഥവാ ഗവൺമെൻറ് ഓർഡിനറി ബസ്സിൽ മാത്രമാണ് ഈ സൗജന്യ യാത്ര കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 57 കോടി രൂപയുടെ നഷ്ടം 3 മാസം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ മറ്റ് ബസ്സുകളുടെയൊക്കെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാനത് എന്താണ് പറയുന്നത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നഷ്ടം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഈ നഷ്ടങ്ങളെ നികത്തുവാൻ തീർച്ചയായിട്ടും KSRTCക്ക് ഗവൺമെൻറ് പൈസ കൊടുത്താൽ മാത്രമേ KSRTCയുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ അവർക്ക് സാലറി പെൻഷൻ കൊടുക്കുക, അതുപോലെ തന്നെ മറ്റുള്ള ബേസിക്കായിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എല്ലാം അവർക്ക് നിർവഹിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഗവൺമെൻറ് കൊടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ടാക്സ് പേയേഴ്സിൻ്റെ പണത്തിൽ നിന്ന് വേണം കൊടുക്കുവാൻ. അപ്പോൾ ഇത്രയും നഷ്ടം ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയും
ഇതിൽ നഷ്ടം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു പോളിസിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും തീർച്ചയായിട്ടും ഇങ്ങനൊരു പോളിസിയുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു സോഷ്യലിസത്തിൻ്റെ ഏറ്റവും വളരെ പ്രകടമായിട്ടുള്ള ലക്ഷണമാണ്. സോഷ്യലിസം നമുക്ക് തീർച്ചയായിട്ടും അതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിട്ട് നമ്മൾ വിളംബരം ചെയ്യുന്നതിനേക്കാളും ഉപരി നമ്മൾ പറഞ്ഞു അത് നമ്മളുടെ ഫങ്ഷനിങ് എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ സോഷ്യലിസ്റ്റ് ആണോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് അല്ലയോ എന്നുള്ള കാര്യം. കാരണം ഇന്ന് നമുക്കറിയാം ലോകത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യം വളരെയധികം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നൊരു ഐഡിയ ആണ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസൊക്കെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്കറിയാം എല്ലാത്തിനും ഇക്കണോമിക് റിസോഴ്സ് അത്യാവശ്യമാണ്. ഇക്കണോമിക് റിസോഴ്സ് ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ലെന്നറിയാം. അതിപ്പം KSRTCയുടെ കാര്യത്തിലായാലും ശരി, റോഡ് പണിയുന്ന കാര്യത്തിലായാലും ശരി, ഹോസ്പിറ്റൽ ഹെൽത്ത് കെയറിൻ്റെ ആയാലും ശരി, പബ്ലിക് ട്രാൻസ്പോർട്ട് ആയാലും ശരി, ലോ ആൻഡ് ഓർഡർ ആയാലും ശരി, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലായാലും ശരി, ഗവൺമെൻറ് എംപ്ലോയീസിന് സാലറി കൊടുക്കുന്ന കാര്യത്തിലായാലും ശരി, ഏത് കാര്യത്തിലും നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്കത് എക്കണോമിക് റിസോഴ്സ് ഇല്ലാതെ അല്ലെങ്കിൽ മണി റിസോഴ്സ് ഇല്ലാതെ കാര്യം നടക്കത്തില്ല. അപ്പോൾ ഈ മണി റിസോഴ്സ് ഗവൺമെൻറ്റിന് ചിലവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ടാക്സേഷൻ മണി ഉണ്ടാകണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ടാക്സേഷൻ മണി ഗവൺമെൻറ് പിരിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് എടുക്കുന്ന ടാക്സേഷൻ മണി ഒന്നിനും സഫീഷ്യൻ്റ് അല്ല. അതുകൊണ്ടാണ് അവർ വ്യത്യസ്തമായിട്ടുള്ള സോഴ്സിൽ നിന്ന് അവർ കടമെടുക്കുകയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പല അസിസ്റ്റൻസും ഒക്കെ വെച്ചുകൊണ്ട് ഇവിടുത്തെ ഷോ റൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊരു നഷ്ടക്കച്ചവടമാണ് എന്നറിഞ്ഞിട്ടും തിരിച്ചറിഞ്ഞിട്ടും തീർച്ചയായിട്ടും ഇങ്ങനെ ഉള്ളൊരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ ഈ കാണിക്കുന്ന ശുഷ്കാന്തി നമ്മുടെ സംസ്ഥാനത്തെയും അതുപോലെ തന്നെ KSRTC എവിടെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഭരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും തീർച്ചയായിട്ടും ഇതൊന്നും വലിയൊരു വിഷയമല്ല എന്നുള്ളതാണ് നമുക്ക് തീർച്ചയായിട്ടും അവരുടെ ഈ നയപരിപാടിയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം പറയുന്നത് നമുക്ക് തൽക്കാലം ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ റെയിനി ഡേ.